നമ്മുടെ എല്ലാ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന മെയിൻ സംഭവം ഏതാണെന്നറിയാമോ? അത് ഫുഡ് തന്നെയാണ്. നമ്മുടെ മനസ്സിലെ സ്ട്രെസ് ശരിക്കും മാറ്റാൻ നമ്മുടെ ഫുഡിന് തീർച്ചയായിട്ടും പറ്റും. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഗിൽ ഫ്രീ ആയിട്ട് ആർക്കും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്. ചന ടിക്കി ആട്ടോ. ഡയറ്റിലുള്ളവർക്കോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്ത് വേണമെങ്കിലും ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ വെള്ളക്കടലയാണ് ഓവർനൈറ്റ് നല്ല രീതിയിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴുകി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ അവരവരുടെ കുക്കറിന്റെ വേഗ് അനുസരിച്ച് നമുക്ക് വിസിൽ കൊടുക്കാം. ഞാനൊരു 5 വിസിലോളം കൊടുക്കുന്നുണ്ട്. കാരണം കടല നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് നല്ല കുതിർന്നതാണ്. ആവി മാറി തുറക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ തുറന്നിട്ട് വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ഇതുപോലെ മാറ്റി വെക്കുകയോ ചെയ്യുക. ഇത് നമുക്ക് ചപ്പാത്തി കഴിക്കുമ്പോഴോ കറി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ സൂപ്പ് പോലെ ഇങ്ങനെ കുടിക്കാൻ കളയേണ്ട ഗുണമുള്ളതാട്ടോ. അപ്പൊ ഞാൻ വെള്ളം അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഞാൻ സ്വപ്നം കണ്ടതുപോലത്തെ ഒരു വെളുത്തുള്ളിയാണിത്. നമ്മുടെ സവാള പോലെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന വെളുത്തുള്ളി. ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന്. ശരിക്കും അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ സാധാരണ വെളുത്തുള്ളി തോടാണ്, പക്ഷെ തുറക്കുമ്പോൾ ഈ സവാള പോലെ തന്നെ നമുക്ക് നല്ലതായിട്ട് കൊച്ചുള്ളിയെക്കാട്ടിയും വലിപ്പമുള്ള നല്ല ഒന്നാതിനും വെളുത്തുള്ളി. പക്ഷെ ചൈനീസ് ഉള്ളിയുടെ ഒരു മണം കേട്ടോ. നമ്മുടെ ആ നാടൻ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇല്ലെങ്കിലും നല്ല വെളുത്തുള്ളി തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് അത് അരിഞ്ഞെടുത്തു, ഇഞ്ചി അരിഞ്ഞെടുത്തു, പച്ചമുളക് അരിഞ്ഞെടുത്തു, കറിവേപ്പില, ഒരു സവാള, ഇത്രയും നമുക്ക് ഇതിന് വേണം. അപ്പം ഞാൻ കടായി വെച്ച് കുറച്ച് എണ്ണ വെച്ച് ജീരകം പൊട്ടിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ആ ശരിക്കും വെളുത്തുള്ളിയിൽ തന്നെ മണം വരുന്നുണ്ട് കേട്ടോ. ചൈനീസ് വെളുത്തുള്ളി ഇല്ലേ, അതാണ് സംഭവം. എന്തായാലും നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പോൾ എന്തായാലും ഫാസ്റ്റായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇത്ര എണ്ണയൊന്നും വേണ്ടെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താം. ജീരകം വേണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ യുക്തി ബുദ്ധി അനുസരിച്ച് നമ്മൾ പാചകം ചെയ്യുന്നവർ ചെയ്താൽ മതിയല്ലോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വഴറ്റിയ ആ കൂട്ടിലേക്ക് ഞാൻ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് കുത്തിപ്പൊടിച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മസാലയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കടലയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ പരിപ്പ് വടയൊക്കെ പരത്തി വെക്കുന്ന പോലെ ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ടിക്കിയാട്ടോ. ടിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെ വേറൊരു ഫോമാണ്. കട്ട്ലറ്റ് നമുക്ക് ഫുൾ ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ കുറച്ച് എണ്ണ വേണമല്ലോ. ഇതിനാണെങ്കിൽ ഈ ടിക്കിക്ക് എണ്ണ വേണ്ട. ഞാൻ ഇതൊന്ന് തൂവി കൊടുക്കുന്നേ ഉള്ളൂ എണ്ണ നമ്മുടെ പാനിലോട്ട്. ഓൾ പർപ്പസ് പാൻ ഉണ്ടല്ലോ നമ്മുടെ ഹോക്കിൻസ് ഫ്യൂച്ചർ, അതിലേക്ക് ഇതേ കുറച്ച് എണ്ണ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അതിലേക്ക് ഓരോന്നിങ്ങനെ നിരത്തി വെക്കുക. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന നല്ലെണ്ണയാട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും ഏത് എണ്ണ വേണമെങ്കിലും ആക്കാം. എനിക്ക് ആ ചെറിയ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കുമ്പോൾ ഇളകാനും എളുപ്പം നല്ലെണ്ണയാണ്. ഒരു സൈഡ് ദേ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലോ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് കരിയത്തൊന്നുമില്ല കേട്ടോ. ഒന്ന് മുരിഞ്ഞ് ഇട്ടത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആണ്. നമ്മുടെ കടലയും മസാലയും എല്ലാം വെൽ കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ തവയിലൊന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ മുരിച്ചെടുത്താൽ മാത്രം മതി. ഇതാണ് ശരിക്കും ടിക്കി എന്ന് പറയുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ വെള്ളക്കടലയിൽ ചെയ്തെന്നുള്ളൂ. അതാണ് കുറേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടത്. അതിൻ്റെ ഒരു ഫ്ലേവറേ വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ടാതെ വെറുതെ സവാള റോയിൽ അരിഞ്ഞിട്ടിട്ട് വഴറ്റാതെയും ചെയ്യാം കേട്ടോ. ഒരുപാട് ഹെൽത്തൊക്കെ നോക്കുന്നവര്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. സവാളയാണെങ്കിൽ അത് ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇത് മിക്സ് ചെയ്തത്. ഇതേ സംഭവം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആട്ടോ ഇത്. ശരിക്കും ഞാൻ പറയാണ്, പ്രോട്ടീനാണ്. നമ്മുടെ വയറ് സ്റ്റഫായി കിടക്കും. ഏത് ടൈമിലും നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ ഡിന്നറിന് ഇത് മാത്രം കഴിച്ചിട്ട് കിടന്നാലും നമുക്ക് വിശക്കത്തില്ല. അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നിയും തൈരും കൂടെയാണ് ഞാൻ ഒഴിച്ച് കഴിക്കുന്നത്. കാരണം സോസൊക്കെയാണ് നോർമലി ടിക്കിലൂടെ ഒക്കെ കഴിക്കുന്നെങ്കിലും സോസൊക്കെ അൺഹെൽത്തി ആണല്ലോ. നമ്മൾ ഒരു ഹെൽത്തി ഓപ്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പച്ചമുളകും മല്ലിയിലും പുതിനയൊക്കെ വെച്ചിട്ട് ഒരു ഗ്രീൻ ചട്നി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ശരിക്കും ഹെവിയാണ്. ഇത് ഒരു 3 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം വെറുതെ കഴിച്ചിട്ട് ഞാൻ രണ്ടാമത്തത് ഇങ്ങനെ ഈ സംഭവമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഒരുപാട് ഹെൽത്തിയാണ്. നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ടിഫിൻ ബോക്സിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടേ പിറ്റേ ദിവസം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. മൈക്രോവേവിൽ ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടി ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 1-2 ദിവസം അങ്ങനെ സ്റ്റോർ ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചാലേ എടുത്ത് ഇതുപോലെ തവ ഫ്രൈയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോവേവ് ഗ്രിൽ മോഡിൽ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാം. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വേണമെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഫുഡ്, നമ്മൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആകും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളും കൊടുത്താൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം അവരെല്ലാം ശീലിക്കണമല്ലോ. എപ്പോഴും ഇപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ് തന്നെ അവർക്ക് കിട്ടണമെന്നില്ല. മാത്രമല്ല അവരെ നമ്മൾ സ്വയം എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മോട്ടിവേറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മിഠായി കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ രാക്കറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. പക്ഷെ അവിടെ അതില്ലാത്തതുകൊണ്ട് രാക്കി ഇത്രയും നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്കുവിനെ കൊണ്ട് ജസ്റ്റ് ഒരു ഫയർലെസ് കുക്കിംഗ് ചെയ്യിക്കാമെന്ന്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ആവണമെന്നില്ല. അപ്പോൾ അവർ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാതെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു മൈൻഡ് വരാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് ആ ചോക്ലേറ്റ് കുറച്ച് പാലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചിട്ട് ബ്രെഡ് ഇതുപോലെ പൊടിച്ച് ബോൾസ് ആക്കി ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ പാത്രത്തിലോട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ ഒന്ന് കട്ടിയാവുമല്ലോ, അത് കഴിക്കാം. അത് വേറൊന്നുമല്ല, ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്കുവിനെ കൊണ്ട് ചെയ്യിക്കും, വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാലോ ഉണ്ടാവണമെന്നില്ല. അവരെവിടെ വേണമെങ്കിലും പോവുകയാണെങ്കിലും സ്വയം ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇവരെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫയർലെസ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, കുഞ്ഞു പിള്ളേരല്ലേ. അതിനുശേഷം പതുക്കെ ചായ ഇടാനും അത് ഇതൊക്കെ. കാരണം എവിടെ പോയാലും അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ, അവർ അവരുടെ കാര്യം നോക്കും. അതാണ് പെണ്ണായാലും എവിടെ ചെന്നാലും ലോകത്ത് എവിടെ ചെന്നാലും എപ്പോഴും ഹോട്ടലിനെയോ വേറൊന്നും ഒരാളുകളെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വയം ചെയ്യാൻ എന്തെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഡെസേർട്ടാണ്. ഞാൻ അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു യോഗയും ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഭ്രമരി പ്രാണായാമ എന്ന് പറഞ്ഞ യോഗയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ മൈൻഡിന് കാമാവുന്നത് അത് യൂട്യൂബിൽ നോക്കി ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് യോഗ പഠിച്ചത്. അപ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ അതുകൊണ്ട് പറ്റുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് ചുറ്റുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്ട്രെസ് അറിയാതെ വരും. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ഈ തുറന്ന് നോക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ബേക്ക് ചെയ്ത് പാവ് ബണ്ണും ബർഗർ ബൺസും കേട്ടോ. നല്ല മണമാണ്, ഹെൽത്തി ആയിട്ട് അവർ അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതേ വെൽ ബേക്ക്ഡ് ആണ്. അപ്പോൾ എനിക്ക് ഈ മണം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു മണമല്ല കേട്ടോ. ഇത് വരുമ്പോൾ ഇത് വേറൊരു പ്രത്യേക പഴയ കാലത്തെ ഒരു മണമൊക്കെ ഉണ്ടോ, നല്ല അതായത് പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മെല്ലെ എനിക്കും ബണ്ണ് ഉണ്ടാക്കി പഠിച്ചാൽ കൊള്ളാമെന്ന് ഇപ്പോൾ ഒരാഗ്രഹം. കാരണം പുള്ളിക്കാർ ഇത്ര എക്സ്പെർട്ടായിട്ട് തരുമ്പോഴേ നമ്മുടെ മൈൻഡും അങ്ങ് മാറുമല്ലോ. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ചെറുതായിട്ട് ഇങ്ങനെ ബണ്ണും ബ്രെഡും ഒക്കെ ബേക്ക് ചെയ്ത് തുടങ്ങണമെന്ന്. അപ്പോൾ അതിന് അടുത്ത നമ്മുടെ ലഞ്ച് സെക്ഷൻ ഞാൻ കുറേ പച്ചക്കറിയൊക്കെ എന്തൊക്കെയോ ഉള്ളത് വെട്ടി പരിപ്പും സാമ്പാർ മസാലാസൊക്കെ ഇട്ടിട്ട് ഒരു കുക്കർ സാമ്പാറാണ്. ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചോറ് കുറച്ച് കഴിച്ചിട്ട് ഇതുപോലെ തന്നെ സാമ്പാർ ഒരു സൂപ്പിന് തുല്യമാണല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും തൈരും ആണെങ്കിൽ ലഞ്ച് എനിക്കത് മതിയാവും. അപ്പോൾ തുറന്നിട്ട് പിന്നെയാണ് ഞാൻ പുളി വെള്ളവും നമ്മുടെ ഉപ്പും ഇട്ട് കൊടുക്കുന്നത്. വറുത്തിടാനാണ് ഇപ്പോൾ പാട്. കാരണം എന്താണെന്നറിയാം, ഞാൻ ലാസ്റ്റ് ഒരു വ്ളോഗിൽ കാണിച്ചില്ലേ, ഇവിടെ കടുകല്ല റായി എന്നൊരു സംഭവം കിട്ടും. നമ്മൾ കടുകിന് സർസോം എന്ന് ഇവിടെ പറഞ്ഞു കൊടുത്താൽ അവർ റായി ആണ് തരുന്നത്. അത് ശരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ദിവസം ഇരുന്നാണ് ഈ പാട്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇനി നമ്മൾ കുഴിയൻ പാത്രത്തിൽ പൊട്ടിച്ചാലും അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴും. പരന്ന പാത്രത്തിൽ പൊട്ടിച്ചാലും പൊട്ടിത്തെറിഞ്ഞ് നമ്മുടെ കയ്യിലും ദേഹത്തും ഒക്കെ വീഴും, പുറത്തും ഒക്കെ ഉണ്ട്. എന്തായാലും തുടയ്ക്കണം. ഞാൻ ഇതിനകത്ത് തന്നെ അതേ കുറച്ച് വറുത്തിടുന്നുണ്ട്, സാമ്പാറിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് കടുക് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശർമാജിയുടെ കടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് കൊണ്ടുവരണം. എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചുറ്റും കടുക് പാടാണെങ്കിൽ നമുക്ക് കടുക് കിട്ടാൻ പാടാണ്. ഈ റായാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതേ ആവി പറക്കുന്ന സുട് സാദം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ കഴിക്കാൻ നേരത്തേക്ക് ആ തണുപ്പ് മാറി കിട്ടും. പിന്നെ ബീട്രൂട്ട് എടുത്ത് കുറച്ച് കിളിച്ചൊക്കെ തുടങ്ങിയായിരുന്നു. 2 ബീട്രൂട്ട് ഉണ്ട്, 1 ക്യാരറ്റും ഉണ്ട്. ഇത് മതിയാവും. എനിക്ക് ആ ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് മടി കാരണം ഞാൻ നേരെ കട്ട് ചെയ്ത് സാധാരണ ഒരു ഉപ്പേരി പോലെ അങ്ങ് ഉണ്ടാക്കുകയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഞാൻ എപ്പോഴും കാണിക്കാറുള്ള നമ്മളെ മെഴുക്കുവരട്ടിയാണ്. ശരിക്കും ഞാൻ ഗ്രേറ്ററിൽ വെച്ചല്ലോ, പക്ഷേ ഗ്രേറ്ററിൽ കുറേ നേരം നിന്നിട്ടേ എനിക്ക് മുതുക് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് എടുത്തു. പിന്നെ വഴറ്റുമ്പം ഇതങ്ങ് ഷ്രിങ്കാവും. അപ്പം നല്ല ടേസ്റ്റുമാണ്. എനിക്കിഷ്ടം കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും. അപ്പോൾ അങ്കൂനൊരു മുട്ട എങ്ങാനും പൊരിച്ചു കൊടുത്താൽ അവനത് കഴിച്ചോളും. സാമ്പാർ മുട്ട പൊരിച്ചത് ആയാലും മതിയല്ലോ, കുറച്ചിതും കഴിക്കും കേട്ടോ. പിന്നെ രാക്കേക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, പച്ചക്കറി കൊടുത്താൽ രാക്കേക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ ശ്രമിച്ചാലും നല്ലതല്ലേ. എപ്പോഴും നമ്മൾ ഹെൽത്തി തന്നെ കഴിക്കണം എന്നൊന്നും ഇല്ലല്ലോ. നമ്മുടെ മൈൻഡ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള കഴിച്ചെന്ന് വരാം. എങ്കിലും നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് എടുക്കാൻ നോക്കിയാൽ നമ്മുടെ മൈൻഡ് അത് ഒരുപാട് റിലാക്സായി സ്ട്രെസ് ഫ്രീ ആക്കാൻ ഒത്തിരി സഹായിക്കും. അപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. എന്ത് പച്ചപ്പാന്ന് നോക്കി, ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമുള്ളൊരു പച്ചപ്പാണ്. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ, വെയിലും ഉണ്ട് ചൂടും ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ പോകുന്ന നമ്മുടെ ഓറഞ്ച് മരത്തിൻ്റെ ചുവട്ടിലോട്ടാണ്. എപ്പോഴും മഴ സമയത്തല്ലേ കണ്ടത്, മഴ അല്ലാത്തൊരു സമയത്ത് കാണാം. നമ്മുടെ മാവ് കണ്ടോ, മാങ്ങയൊക്കെ കഴിഞ്ഞ് നല്ല ഇലയൊക്കെ വന്ന് നിൽപ്പുണ്ട്.
അപ്പം നമുക്ക് നേരെ നമ്മുടെ ഓറഞ്ച് മരത്തിലോട്ട് പോവാം. നമ്മുടെ അങ്കുനെ നോക്കുന്ന ജനലാട്ടോ ഇത്, അവൻ്റെ വണ്ടി അവിടെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഓറഞ്ച് മരത്തിൽ ചോട്ടിലോട്ട് പോകാം. ഇനി നമ്മുടെ പാരിജാതം ഉണ്ടല്ലോ, അതൊക്കെ പിടിക്കുന്ന സമയമായി. നവരാത്രിയൊക്കെ വരാറായി. പെട്ടെന്ന് സമയങ്ങൾ എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ. അപ്പോൾ അതെ, നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ നേരെ കാണുന്ന നമ്മുടെ ഓറഞ്ച് മരത്തിൻ്റെ ചോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് രാക്കേ പറഞ്ഞു എങ്ങനെയും ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേ അത് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ടൈം എടുക്കും ഈ ഓറഞ്ച് ആവാൻ. നാരങ്ങ പിന്നെയും പെട്ടെന്ന് നമുക്ക് വളർന്ന് നമുക്ക് കിട്ടും, പക്ഷെ ഓറഞ്ച് കുറച്ച് ടൈം എടുക്കും. എത്ര നാളായി ഞാൻ എന്നും ഇങ്ങനെ വന്ന് നോക്കും, ആ ജനലിൽ കൂടെയൊക്കെ നോക്കിയത് എത്രയായെന്ന്. പക്ഷെ അത് ഇത്രയേ ആയിട്ടുള്ളൂ. സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ഇത് ശരിക്കും ഓറഞ്ച് ആകത്തുള്ളൂ എന്നാണ് പറഞ്ഞത് രാക്കെ. അപ്പോൾ ഇത് തുറന്ന് ഒന്ന് നോക്കണമെന്നുണ്ട് എനിക്ക്, പറിച്ചുകൊണ്ട് പോയിട്ട് എത്രയായെന്ന്. പക്ഷേ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല, വെറുതെ എന്തിനാ ഒരെണ്ണം നശിപ്പിച്ച് കളയുന്നത്. കാരണം ഇത് പിഴിഞ്ഞു പോലും കുടിക്കാൻ കൊള്ളത്തില്ല. അകത്ത് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചില്ലേ കുഞ്ഞായിട്ട്, അകത്ത് തെർമോക്കോള് പോലെ സംഭവം, അതിനകത്തൊന്നും വന്ന് കാണത്തില്ല, അരി പോലും റെഡിയായി കാണത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണ്ടല്ലോ. പക്ഷെ നല്ല മണം കേട്ടോ, ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്നൊരു മണം ഉണ്ടല്ലോ. ഈ സിട്രസ് ഫ്രൂട്ട്സിന് എല്ലാം ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ മരത്തിൻ്റെ അവിടെ വരുമ്പോഴും ഇങ്ങനെ ഉണ്ട്. ഇന്നെന്തായാലും നല്ല വെയിലത്ത് നിൽക്കുകയാണ് സംഭവം. അപ്പോൾ തണുപ്പ് തുടങ്ങാറാവുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഓറഞ്ച് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കനാൽ എന്തോരം വെള്ളം കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന കനാലാണ് 2 ദിവസം മുന്നേ മഴയത്ത് ഇപ്പോൾ ഡ്രൈ ആയി വറ്റി വരണ്ട് കിടക്കുക. കാരണം മഴ ഇപ്പോൾ 2 ദിവസമായിട്ട് അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ചെറിയ രീതിയിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുൽമോഹർ പൂക്കളുടെ സമയമൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. നേരത്തെ ഇങ്ങനെ മെത്ത പോലെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അത് അവിടെയും ഒരു ഓറഞ്ച് ആണോ നാരങ്ങ ആണോ അറിയത്തില്ല. എനിക്കൊന്ന് നാരങ്ങയുടെ മരമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഒന്ന് പോയി നിൽക്കും, പക്ഷേ അതിനകത്തൊന്നും വന്നിട്ടില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ഇതേ ഒരു മരമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും നാരങ്ങയാണെന്നാണ് തോന്നുന്നത്, കാരണം ഓറഞ്ചിൻ്റെ അല്ല വേറെ. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായി. കുറച്ചും കൂടെ കട്ടി നോക്കി നമുക്ക് കണ്ടുപിടിക്കാം നാരങ്ങയാണോ ഓറഞ്ചാണോ എന്നാ ഇലയുടെ. ഇനി എന്തായാലും കുറച്ച് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കറിവേപ്പില കണ്ടോ, മണ്ട ഒടിക്കാതെ വിടുന്നതുകൊണ്ടാണ് ഇതുപോലെ കായ വരുന്നത്. കായ എന്ന് പറഞ്ഞാൽ നല്ല ടോക്സിക്കാണ്, തെറ്റിപ്പഴം പോലെ ഇരിക്കും, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടുന്നൊരു കായാണ് കറിവേപ്പിൻ്റെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മണ്ട ഒടിക്കുന്നതുകൊണ്ട് ഇതധികം വരാറില്ല, ചെറിയ രീതിയിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ മണ്ട ഒടിക്കത്തില്ല, ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ഊരിക്കൊണ്ട് പോവുകയാണ്. അപ്പം നമ്മൾ അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ. ഞാൻ എന്തായാലും മണ്ട ഒടിച്ച് തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ ജനലിൽ നോക്കുന്ന പൂവും നമ്മുടെ തുളസിത്തറയും എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് വല്ലപ്പോഴും ഈ ഏരിയയിലൂടെ പുറത്തോട്ട് ഇറങ്ങുന്ന കേട്ടോ. അകത്തൊന്നും നോക്കുന്ന ഒരു നോട്ടേ ഉള്ളൂ. അപ്പോൾ പുറത്ത് വന്നിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് നിന്നിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് കറിവേപ്പ് പൊട്ടിക്കുക. അപ്പോൾ കായൊന്നും ഇല്ലാത്ത ഈ സൈഡിൽ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് പോകാം. നമ്മൾ എത്രത്തോളം പൊട്ടിക്കുന്നതിനനുസരിച്ച് പൊട്ടിക്കിളിച്ച് നല്ലത് വരും. അതുകൊണ്ട് ഞാൻ 2-3 ഉപ്പ് പൊടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് എന്തായാലും ഇറങ്ങിയ സമയത്ത് കുറച്ച് പൊട്ടിച്ചുകൊണ്ട് പോകാമല്ലോ വെച്ചിട്ട് ഇത്രയും നമ്മുടെ കറിവേപ്പിലേക്ക് എടുത്തിട്ട് നേരെ നമ്മളെ വീട്ടിലോട്ട് പോയി. അങ്കു വരാറായി, അപ്പോൾ അവന് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. ഇതിപ്പോൾ രാക്കെ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. നല്ല പുഴുക്കമുണ്ട് കേട്ടോ, അയ്യോ രക്ഷയില്ലാത്ത പുഴുക്കം. അപ്പോൾ ആ നേരെ കാണിച്ച ആ ബിൽഡിങ്ങാണ് നമ്മുടെ ബേക്കൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയുടെ വീട്. നല്ല വെയിലുമുണ്ട്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ വെയിലാണ് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്നത്. അപ്പോൾ അടുക്കള നിൽക്കുമ്പോഴും ഇപ്പോൾ പുഴുക്കം കേട്ടോ, നല്ല പുഴുക്കമാണ് അകത്ത്. ഹ്യൂമിഡിറ്റി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞില്ലേ, അതിൻ്റേതായ ഒരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ ചെടികൾക്കും ചെറിയതായിട്ട് വാട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് കലക്കി ഒഴിച്ചു കൊടുക്കണം. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. പുറത്ത് നമ്മുടെ ബാൽക്കണി വെച്ചേക്കുന്ന അതിന് കുഴപ്പമില്ല, പക്ഷെ അകത്ത് നിന്ന് എന്തോ ഒരു വാട്ടം തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇന്ന് ഒരു ഈസി മുട്ടക്കറി കേട്ടോ, മടി പിടിച്ച മുട്ടക്കറി. കുക്കർ മുട്ടക്കറിയല്ല, നമ്മുടെ കടായിലുള്ള മുട്ടക്കറിയാണ്. എന്തായാലും ഉള്ളി ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ച് അങ്ങ് വേവിക്കായിട്ട് കേട്ടോ. കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങും കൂടെ പൊടിച്ചിട്ടൊരു ഗ്രേവി പോലത്തെ ഒരു എന്താ പറയുക, കുറിയ ഗ്രേവി ആയിട്ടൊരു മുട്ടക്കറി ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഇത്ര ഇട്ടിട്ടുള്ളൂ. നമ്മൾ കുക്കറിൽ തട്ടുകട സ്റ്റൈലൊക്കെ വെക്കുന്നില്ലേ, അതിൻ്റെ വേറെ രീതി. ഇത് കടായിൽ വെക്കുന്നതേ ഉള്ളൂ, ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാമല്ലോ. കുറച്ച് ഉള്ളി മാത്രം അരിഞ്ഞാൽ മതി, തക്കാളി ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ടയുടെ കൂടെ ഇട്ടിട്ട് അത്ര വെന്തില്ല. ഞാൻ മുറിച്ചിട്ട് വീണ്ടും ഇതിനകത്ത് കിടത്തൊന്ന് കുത്തി ഉടച്ച് എന്തായാലും ഗ്രേവി ആക്കിയിട്ട് മുട്ടയും കൂടെ ഇട്ട് സെറ്റാക്കി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഡയറ്റിൽ എന്നും എടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് മുട്ട. അപ്പം നമ്മുടെ വീട്ടിലെ ഫുഡ് നമ്മൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു സ്ട്രെസ് ഫ്രീ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ നമ്മൾ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ശരിക്കും സ്ട്രെസ് റിലീഫ് ആവും, സത്യമാണ്. അപ്പോൾ ഇന്ന് പോവുകയാണെങ്കിൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.